പ്രിയപ്പെട്ടവരെ, ഈ ലക്കം ആഴ്ചവട്ടം BJPക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തെയും ജനാധിപത്യം കാത്തു സംരക്ഷിക്കുന്നതിൽ ഹിന്ദി മേഖലയിലെ ജനങ്ങൾ കാണിച്ച ജാഗ്രതയോടെയുള്ള ഇടപെടലിനെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. 1977 അടിയന്തരാവസ്ഥയെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പുറത്തു വന്ന അക്കാലത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ജനവിധിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാവി ഒരു സ്വേച്ഛാധിപതിക്കും അടിയറ വെക്കാൻ കഴിയില്ല എന്നതിൻ്റെ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. 18ാമത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതോടെ മാധ്യമങ്ങൾ ഏറെക്കാലം കൊട്ടിഘോഷിച്ച നരേന്ദ്രമോദിയുടെ പ്രഭാവം അത് ഒന്നുമല്ല എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 2019 353 സീറ്റ് നേടിയ BJP മുന്നണിക്ക് NDA സഖ്യത്തിന് ഇത്തവണ 294 സീറ്റാണിപ്പോൾ വിജയിക്കാൻ കഴിഞ്ഞത്. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 303 സീറ്റ് അവർക്ക് തനിച്ച് ലഭിച്ചിരുന്നു. ഇത്തവണ 240 സീറ്റ് മാത്രമാണ് BJP ഇപ്പോൾ ജയിച്ചു വന്നിട്ടുള്ളത്. BJPയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു വേദിയായി പ്രവർത്തിച്ച് ഒന്നിച്ചു നിന്ന ഇന്ത്യ കൂട്ടായ്മക്ക് വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുന്ന നിലയുണ്ടായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ 400 സീറ്റിലേറെ വിജയിക്കുമെന്ന അവകാശവാദവുമായി BJP രംഗത്ത് വന്നു. BJPക്ക് ഇന്നിപ്പോൾ ഒരു അങ്ങേയറ്റം മങ്ങിയ വിജയമാണ് ഇപ്പോൾ കൈവരിക്കാൻ കഴിഞ്ഞത്. ശ്രീരാമക്ഷേത്ര മുദ്രാവാക്യം ഉയർത്തിയ ഉത്തർപ്രദേശിൽ BJPക്ക് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഹിന്ദി സംസ്ഥാനങ്ങളിൽ ഉടനീളം ഇത്തരത്തിലുള്ള തിരിച്ചടി BJPക്ക് ഉണ്ടായി എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത. BJPയുടെ വർഗീയ മുദ്രാവാക്യത്തിനെതിരെ ഹിന്ദി ഹൃദയഭൂമിയിലെ ജനങ്ങൾ ഉൾപ്പെടെ നടത്തിയ പ്രതികരണമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ശക്തികളുടെ നേതൃത്വത്തിലുണ്ടായ രാഷ്ട്രീയ ഇടപെടലുകൾ ഇതിന് കാരണമായി തീർന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. മോഡി ഗവൺമെൻറ്റിൻ്റെ ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ കാർഷിക മേഖലയിലും അതുപോലെ രാജ്യത്തെ തൊഴിൽ മേഖല ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലുമെല്ലാം ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇടതുപക്ഷം അത്തരം കാര്യങ്ങളിൽ ഇടതുപക്ഷം വഹിച്ച പങ്ക് വളരെ വലുതാണ്. സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരായി കേരളമുയർത്തിയ പ്രതിഷേധം രാജ്യത്തെ BJP വിരുദ്ധ യോജിപ്പിന് വലിയ സഹായകരമായ ഘടകമാണ്. ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയത്തിൽ CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിൽ നൽകിയ കേസിലുണ്ടായ കോടതി വിധിയും തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട സംഭവമായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. വർഗീയ അജണ്ടയുമായി മുന്നോട്ട് വന്ന BJPയോട് ജനങ്ങൾ ഉന്നയിച്ച ചോദ്യമുണ്ട്. ഞങ്ങളെ ബാധിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അത് പരിഹരിക്കാൻ നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് എന്താണ് ചെയ്തത്? നിങ്ങളുടെ ഭാഗത്ത് എന്ത് നടപടിയാണ്? ഈ ചോദ്യമാണ് BJPക്ക് യഥാർത്ഥത്തിൽ ഉത്തരം നൽകാൻ കഴിയാതെ അവരെ വായടപ്പിച്ചത്. അതിൻ്റെ പ്രതിഫലനം കൂടിയാണ് BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങളിൽ പോലും BJP പരാജയപ്പെടാനും ഇന്ത്യ കൂട്ടായ്മ അവർക്ക് മുന്നേറാനും കഴിഞ്ഞത്. കോർപ്പറേറ്റ് മാധ്യമങ്ങൾ അതിശക്തമായ പ്രചരണം കട്ടഴിച്ചു വിട്ടിട്ടും അതോടൊപ്പം തന്നെ നവമാധ്യമങ്ങളും അതുപോലെ മറ്റു ബദൽ മാധ്യമങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തി ജനപക്ഷത്ത് നിന്ന് നടത്തിയ പ്രചരണങ്ങൾ BJPയുടെ വർഗീയ അജണ്ടയെ തടഞ്ഞു നിർത്താൻ
ഏറെ സഹായിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കോൺഗ്രസ് ഇതര പ്രതിപക്ഷ കക്ഷികൾ BJP വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത സംസ്ഥാനങ്ങളിലാണ് BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായത് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മതലത്തിൽ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. കോൺഗ്രസിന് സീറ്റുകൾ കൂടുതൽ നേടാൻ കഴിഞ്ഞത് കോൺഗ്രസ് ഇതര പാർട്ടികൾ BJP മുന്നണിക്ക് നേതൃത്വം കൊടുത്ത സംസ്ഥാനങ്ങളിലാണ്. കോൺഗ്രസ്സിന് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന, തനിച്ച് സ്വാധീനമുള്ള, അവരുടെ ഭരണം ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ എല്ലാം കോൺഗ്രസ് പിറകോട്ട് പോയി. തെലങ്കാനയിൽ, കർണാടകത്തിൽ, ഹിമാചലിൽ എല്ലാം, മധ്യപ്രദേശിൽ വട്ടപൂജ്യമായി കോൺഗ്രസ് മാറുന്ന നിലയുണ്ടായി. കോൺഗ്രസിന് സ്വാധീനമുള്ളിടത്ത് കോൺഗ്രസ് പരാജയപ്പെട്ടു. അവിടെയാണ് BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇവിടെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളെ വളർത്തിയും BJP മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിനെതിരായി ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികളുടെ പ്രതിരോധം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാജ്യത്ത്, ഇന്ത്യയിൽ വർഗീയമായ ധ്രുവീകരണം സൃഷ്ടിച്ച് നേട്ടം കൊയ്യാനുള്ള നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിൻ്റെയും ശ്രമങ്ങളെ ജനങ്ങൾ പ്രതിരോധിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുക. ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയെ നാണം കെടുത്തിയ ഒരു സംഭവമാണ് മണിപ്പൂരിലത്. അവിടുത്തെ വംശഹത്യ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി BJP നടത്തിയ ശ്രമങ്ങളും, വംശഹത്യയും അതിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി BJP നടത്തിയ ശ്രമങ്ങളും എല്ലാം ജനങ്ങൾ നിരാകരിച്ചു. മണിപ്പൂരിലെ ജനങ്ങൾ ഇതിനെയെല്ലാം പ്രതിരോധിച്ചതിൻ്റെ ചിത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ 2 മണ്ഡലത്തിലും BJPക്കുണ്ടായ പരാജയം എന്ന് നമുക്ക് കാണാനാകും. അതിൻ്റെ സൂചനയാണത്. അതുപോലെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു വനിതാ ഗുസ്തി താരങ്ങളുടെ സമരം. ആ വനിതാ ഗുസ്തി താരങ്ങളുടെ കണ്ണീര് വീണ് ഹരിയാനയിലും BJPക്ക് വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതുപോലെ ജമ്മു കാശ്മീർ പ്രത്യേക പദവി നൽകുന്ന 370-ാം വകുപ്പ് റദ്ദാക്കിയ കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ഫലവും BJPക്ക് എതിരെയാണ്. കർഷക പോരാട്ടങ്ങളുടെ കേന്ദ്രമായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനതയും BJPക്കെതിരെ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതി എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്ത് ഒറ്റക്ക് അധികാരത്തിൽ വന്ന് ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾക്ക് ഏറ്റവും വലിയ ആഘാതമാണ്, തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് വിപുലപ്പെടുത്തി BJPയെ കൂടുതൽ ഒറ്റപ്പെടുത്തി രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും എല്ലാം പരിരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ കൂടുതൽ ശക്തമായി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് സഹായകരമായ, അതിന് ഊർജം സമാഹരിക്കാനാവുന്ന ഒരു വിധിയെഴുത്താണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് നമുക്ക് നിശ്ചയമായും വിലയിരുത്താവുന്നതാണ്.